ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റും ടേസ്റ്റുമായിട്ടുള്ള ഒരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള പാത്രം എടുക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ആദ്യം നമുക്ക് കേക്കിന് വേണ്ടിയുള്ള ക്യാരമൽ ഉണ്ടാക്കാം. സ്റ്റൗ നമുക്ക് കത്തിച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര ഒന്ന് മെൽറ്റായി തുടങ്ങി ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് കൊണ്ടുവരാം. ഈ സമയം നമ്മൾ പഞ്ചസാര ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ചൂട് എല്ലാ സ്ഥലത്തും ഒരുപോലെ ആകുകയും നമുക്ക് പഞ്ചസാര പെട്ടെന്ന് മെൽറ്റായി കിട്ടുകയും ചെയ്യും. ഇതുപോലെ നന്നായി പതഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. റൂം ടെമ്പറേച്ചറുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി, ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. ഒഴിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ദേഹത്തേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. ക്യാരമൽ നന്നായിട്ട് തിളച്ച് ഇതുപോലെ പതങ്ങി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത് കഴിയുമ്പോൾ കട്ടിയായിട്ടിരിക്കുകയാണെങ്കിൽ അതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കേക്കിന് വേണ്ടി 2 മീഡിയം വലിപ്പത്തിലുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി 2 പ്രാവശ്യം അരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ജാതിക്ക ഇട്ട് കൊടുക്കാം. അത് ഓപ്ഷണലാണ്. ഇതിലേക്ക് ഒരു 3 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 കഷ്ണം കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് പൊടിച്ചുകൊണ്ട് വരാം. ഇനി നമുക്ക് ഉണങ്ങിയ ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു വിസ്കോ സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓവർ മിക്സിങ് പാടില്ല. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരമൽ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം. മൈദ കട്ടയില്ലാതെ തന്നെ നമുക്ക് ഇളക്കിയെടുക്കണം. അതുപോലൊരു വിസ്ക് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. മൈദ ഞാനൊരു 3 ബാച്ചായിട്ടാണ് ഇട്ട് കൊടുത്തത്. അങ്ങനെ എല്ലാം ഇളക്കിയെടുത്തിട്ടുണ്ട്. ഞാനൊരു 1/2 കപ്പ് കുരു കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുത്ത ഡേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. ക്രഷ് ചെയ്തെടുത്ത 1/4 കപ്പ് കാഷ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നട്ട്സും ഡേറ്റ്സും ഒന്നും കേക്കിൻ്റെ അടിയിലേക്ക് പോകാതെ എല്ലായിടത്തും ഒരുപോലെ വരാനായിട്ട് നമ്മൾ കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മൈദയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത ഡേറ്റ്സും നട്ട്സും കൂടെ നമുക്ക് കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നമുക്ക് പതുക്കെ ഒന്ന് മിക്സാക്കി എടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഒരു ട്രേയിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബേക്കിംഗ് ട്രേ എടുക്കാം. ആദ്യം ആ ബേക്കിംഗ് ട്രേയിലേക്ക് കുറച്ച് എണ്ണ ഗ്രീസ് ചെയ്തതിന് ശേഷം കുറച്ച് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഓവനിലാണ് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. സ്റ്റൗവിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അത് ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം. പാത്രത്തിലേക്ക് ഒരു റിങ് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒരു 60 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രിയിൽ 55 to 60 മിനിറ്റ്സ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഓരോ ഓവൻ്റെയും ഹീറ്റിൻ്റെ അനുസരിച്ച് സമയത്തിൽ വ്യത്യാസം വരാം. ബാറ്ററിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനായിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. കേക്ക് ബേക്കായി വരാനായിട്ട് ഏകദേശം ഒരു 60 മിനിറ്റ് എടുത്തിട്ടുണ്ട്. കേക്ക് തണുത്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാവൂ. പിറ്റേ ദിവസം മുറിച്ചെടുക്കുന്നതായിരിക്കും ടേസ്റ്റും അതുപോലെ സോഫ്റ്റായിട്ടും കിട്ടുന്നത്. കേക്ക് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. ഈ കേക്ക് നമുക്ക് ഒരാഴ്ച വരെ പുറത്ത് തന്നെ സൂക്ഷിക്കാൻ പറ്റും.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.